ഇനി വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും കഴിക്കാനുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതും മാവ് പരത്തണ്ട, നമ്മൾ തീ പോലും കത്തിക്കണ്ട, ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇത് കുറെ കേട്ടതാണ്, ഇതുപോലെ പെട്ടതാണ് എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, രാവിലത്തെ പണികളൊക്കെ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ലിബ്രയുടെ മൾട്ടിപർപ്പസ് റൊട്ടി മേക്കർ ആണ്. നോൺ സ്റ്റിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും ചപ്പാത്തി ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ചപ്പാത്തിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ച് പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവാൻ. ഇതൊരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ റൊട്ടി മേക്കർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഓരോ ബോൾസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഈ ഒരു റൊട്ടി മേക്കർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചപ്പാത്തി മേക്കർ പോലെ അല്ല കേട്ടോ ഉൾഭാഗം ഉള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ കുഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാവ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പരന്ന് കിട്ടും. അപ്പോൾ ഇതാ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇത് ക്ലീൻ ചെയ്യാനാണെങ്കിൽ നല്ല എളുപ്പമാട്ടോ. ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ ഇതൊരു മൾട്ടിപർപ്പസ് റൊട്ടി മേക്കർ ആണ് കേട്ടോ. ഇതിൽ ഇതുപോലെ പഴം വാട്ടിയെടുക്കുക, സാൻഡ്വിച്ച് ഉണ്ടാക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ.